വൻകിട പരസ്യ കമ്പനികളുടെ പതിനായിരങ്ങളും ലക്ഷങ്ങളുമൊക്കെ മുടക്കിയിട്ടുള്ള ഇതുപോലത്തെ LED സൈൻ ബോർഡുകൾ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിരിക്കും. എന്നാൽ നിസ്സാര ചെലവിൽ പെട്ടിക്കടകൾക്കും തട്ടുകടകൾക്കും വരെ വെക്കാവുന്ന രീതിയിൽ എങ്ങനെ ഇത്തരം സൈൻ ബോർഡുകൾ ഈസി ആയിട്ട് ആർക്കും നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലത്തെ ഒരു ഗ്രില്ലാണ്. അത് ഒരു സാധാരണ ഇരുമ്പിൻ്റെ ഗ്രില്ല് തന്നെയാണ്. സാധാരണ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത്തരം LED സൈൻ ബോർഡുകൾ നമുക്ക് ഫോം ഷീറ്റുകൾ, ആക്രിലിക് ഷീറ്റുകൾ, അതുപോലെ പ്ലൈവുഡ്, മൾട്ടിവുഡ് പോലുള്ള ഷീറ്റുകളിലൊക്കെ നിർമ്മിക്കാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ഗ്രില്ല് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ചിലവ് വളരെ കുറക്കുവാനും പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്ക് തീർക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗ്രില്ല് ഏകദേശം 4 അടി നീളവും 3 അടി വീതിയുമാണ് ഉള്ളത്. അതിലാണ് നമ്മൾ ഈ സൈൻ ബോർഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഗ്രില്ലിൻ്റെ കമ്പികൾ ഏകദേശം 2 mm വ്യാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ബലം കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതൽ ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കള്ളികൾ ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അവസാനം വരുന്ന ഒരു കള്ളി ഉള്ളിലേക്ക് തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളിലും നമുക്ക് 2 കമ്പിയുടെ ബലം കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സപ്പോർട്ടിന് നമുക്ക് മറ്റു ഫ്രെയിമുകളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മളിതിൽ ഉപയോഗിക്കുന്ന LED സ്ട്രിപ്പിനെ പരിചയപ്പെടാം. നിയോൺ ഫ്ലെക്സിബിൾ സ്ട്രിപ്പ് ലൈറ്റ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള ഫോണ്ടിലും ഷേപ്പിലുമൊക്കെ അക്ഷരങ്ങളും ഷേപ്പുകളും ഒക്കെ നിർമ്മിക്കുവാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് നിയോൺ ട്യൂബുകളായിരുന്നു. അത്തരത്തിലുള്ള നിയോൺ ട്യൂബുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലെറ്ററുകളും ഷേപ്പുകളും എല്ലാം നിർമ്മിക്കുവാൻ ഒരുപാട് പണച്ചെലവും ഒരുപാട് കാലതാമസവും നേരിടുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിയോൺ ട്യൂബുകളുടെ ഷേപ്പിൽ ആയതുകൊണ്ടാണ് ഇതിന് നിയോൺ ഫ്ലെക്സിബിൾ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്. ശരിക്കും ഇതിൽ നിയോൺ അല്ല ഉപയോഗിക്കുന്നത്, ഇത് സാധാരണ LED സ്ട്രിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ നിർമ്മിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള LED സ്ട്രിപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വൈദ്യുതി മാത്രമാണ് നമുക്ക് ചിലവ് വരുന്നത്. 5 മീറ്റർ ലെങ്ത്തുള്ള സ്ട്രിപ്പുകളായിട്ട് പല കളറുകളിൽ നമുക്കിത് ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, എൻ്റെ കയ്യിലിപ്പോൾ പല കളറുകളിലായിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റുകളുണ്ട്. ഇതുപയോഗിച്ചിട്ട് നമ്മൾ സൈൻ ബോർഡുകൾ നിർമ്മിക്കുമ്പോൾ സിംഗിൾ കളറുകളായിട്ടോ അല്ലെങ്കിൽ ഇവ ഓരോന്നിൻ്റെയും പീസുകളെടുത്ത് മിക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് നമുക്ക് ഏത് ഷേപ്പിലും ഇതിനെ വളച്ചെടുക്കാം. സാധാരണ LED സ്ട്രിപ്പ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ വശങ്ങളിലായിട്ട് ഇതുപോലെ മാർക്കിങ്ങുകൾ നിങ്ങൾക്കിവിടെ കാണാം. അതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് എത്ര വലിപ്പമുള്ള പീസാക്കിയിട്ടും ഇതിനെ ഉപയോഗിക്കാം. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് DC-യിലാണ്. ഇപ്പോൾ നമ്മുടെ സാധാരണ LED സ്ട്രിപ്പാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതുപോലത്തെ LED സ്ട്രിപ്പ് തന്നെയാണ് ഈ നിയോൺ ഫ്ലെക്സിബിൾ ലൈറ്റിൻ്റെ അകത്തും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് സാധാരണ LED സ്ട്രിപ്പ് ഇങ്ങനെ സൈഡിലേക്ക് മാത്രമേ മടക്കാൻ കഴിയുകയുള്ളൂ. അത് നമുക്കൊരു വശങ്ങളിലേക്ക് തിരിക്കാൻ കഴിയില്ല. എന്നാൽ നിയോൺ LED സ്ട്രിപ്പിൽ സാധാരണ LED സ്ട്രിപ്പ് പോലെയല്ല, പ്രകാശം പുറത്തേക്ക് വരുന്നത് LED-യിൽ നിന്ന് നേരിട്ടല്ല. ഇതിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ കളർ കോട്ടിങ്ങിലൂടെയാണ് പ്രകാശം നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിലും നമുക്കിതിനെ വളച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ പല രീതിയിലും ഇതിനെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഇത് പ്രകാരം നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൈൻ ബോർഡിലേക്ക് ആവശ്യമായിട്ടുള്ള ലെറ്ററുകൾ ആവശ്യാനുസരണമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതിന് കട്ട് ചെയ്യാനുള്ള മാർക്കിംഗ് അതിലുണ്ടാവും. അവിടങ്ങളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വയർ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോൾഡറിങ് പോയിന്റുകൾ അവിടെ ഉണ്ടാകും. അതിലേക്ക് 2 വയറുകൾ സോൾഡർ ചെയ്താൽ മതി. പോസിറ്റീവും നെഗറ്റീവും എല്ലാം ആ സോൾഡർ ചെയ്യുന്ന പോയിന്റിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പോസിറ്റീവിലേക്ക് റെഡ് വയറും നെഗറ്റീവിലേക്ക് ബ്ലാക്ക് വയറും ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇതിനകത്ത് മറ്റ് സർക്യൂട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് മാറി കൊടുത്തു കഴിഞ്ഞാലും LED കേടാവുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെങ്കിൽ സപ്ലൈ കൊടുത്തുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. കണ്ടുപിടിച്ചതിന് ശേഷം പോസിറ്റീവ് നെഗറ്റീവ് ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് പോലെ ആ സ്ട്രിപ്പ് ലൈറ്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതൊക്കെ ഏതൊക്കെ അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി അതിലൊന്ന് എഴുതി വെച്ചാൽ നമുക്ക് സൈൻ ബോർഡ് നിർമ്മിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഓരോ ലെറ്ററിനും ആവശ്യമായ വലുപ്പത്തിൽ LED സ്ട്രിപ്പുകൾ മുറിച്ചെടുത്തിട്ട് അതിലേക്ക് സപ്ലൈ 12 വോൾട്ട് കണക്ട് ചെയ്ത് എല്ലാം വർക്കിംഗ് ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമുക്ക് ഗ്രില്ലിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം S എന്നുള്ള ലെറ്ററാണ് എഴുതുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ലെറ്ററുകളും ഈ ഗ്രില്ലിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് വയർ ടൈ ആണ്.
നമ്മളിവിടെ വൈറ്റ് വയർ ടൈ ഉപയോഗിക്കാൻ കാരണം അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ്. ഈ വയർ ടൈ ഉപയോഗിച്ചിട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ലൈറ്റ് ഓൺ ആയിരിക്കുമ്പോൾ ഈ ലെറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ലൈറ്റ് നമുക്ക് പുറത്തേക്ക് കിട്ടും. നമ്മുടെ ഷോപ്പുള്ളത് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ്. അപ്പോൾ എൻട്രൻസിൽ ഇതുവരെ ബോർഡുകളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു സഹോദര സ്ഥാപനമുണ്ട്, ഒരു സിൻസിയർ ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അവർക്കും കൂടി ഒരു ബോർഡ് എൻട്രൻസിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഒരു LED ബോർഡ് അങ്ങ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, എല്ലാ ലെറ്ററുകളും നമ്മൾ വയർ ടൈ ഉപയോഗിച്ചിട്ട് ഈ ഗ്രില്ലിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് എന്തെങ്കിലും ഫോം ഷീറ്റിലോ അല്ലെങ്കിൽ ആക്രിലിക് ഷീറ്റിലോ ഒക്കെയാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ ഈ വയർ ടൈക്ക് പകരം സിലിക്കോൺ ഗമ്മ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് ചിലവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. അത്തരം പ്ലെയിൻ ഷീറ്റുകളിൽ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഗ്രില്ലിൽ ചെയ്തതായതുകൊണ്ട് നമുക്ക് വയർ ടൈ ഇടുന്നതിനോ അല്ലെങ്കിൽ വയറുകൾ മറുഭാഗത്തേക്ക് എടുക്കുന്നതിനോ ഒന്നും ഒരു വിഷമവുമില്ല. ഏത് കള്ളിയിലൂടെ വേണമെങ്കിലും അപ്പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അതായത് പെട്ടെന്ന് വർക്ക് തീർക്കണമെങ്കിൽ ഇതുപോലെ ഗ്രില്ലിലോ അല്ലെങ്കിൽ നെറ്റ് പോലുള്ള എന്തെങ്കിലും പ്രതലത്തിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റുകളാണെങ്കിൽ ഇതിന് ഓരോന്നിനും നമ്മൾ ഓരോ ഹോളുകളൊക്കെ അടിച്ച് ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റ് ആവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ LED സ്ട്രിപ്പുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് DC-യിലാണ്. അപ്പോൾ നമ്മൾ എല്ലാ ലെറ്ററുകളിൽ നിന്നും ഇതുപോലെ വയറുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ ബോർഡിൻ്റെ കറക്റ്റ് നടുവിലേക്ക് വരുന്ന രീതിയിൽ വലിപ്പം ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കുവാൻ വളരെ സിമ്പിളായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ലെറ്ററിൻ്റെയും പോസിറ്റീവുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എല്ലാ ലെറ്ററിൻ്റെയും നെഗറ്റീവുകൾ തമ്മിലും ജോയിൻറ്റ് ചെയ്യുക. അതായത് ഇതിലേക്ക് 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ LEDകളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ പാരലലായിട്ടാണ് LED സ്ട്രിപ്പുകൾ കണക്ട് ചെയ്യുന്നത്. ഇതിലെ ലെറ്ററുകൾക്ക് പുറമെ 4 ആരോ മാർക്കുകൾ കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് റൺ ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. അത് CD4017 എന്ന IC വെച്ചിട്ട് ചെറിയൊരു സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം LED സൈൻ ബോർഡുകൾ നിർമ്മിക്കുമ്പോൾ വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ലെറ്ററുകളുടെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇതിൽ ഡിമ്മർ സർക്യൂട്ടുകളും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ ചെയ്യുമ്പോൾ ഇതിലുപയോഗിക്കുന്ന വയറുകൾ പൂർണ്ണമായിട്ടും കോപ്പർ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇരുമ്പിൻ്റെയൊക്കെ കമ്പികളുള്ള വയറുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വയറ് അകത്ത് കട്ടാവും. പിന്നെ നമുക്കതൊരു പണിയായിട്ട് മാറും. അവസാന ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എല്ലാ ലെറ്ററുകളുടെയും വയറുകൾ ഗ്രില്ലിൻ്റെ മറുഭാഗത്തേക്ക് എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പോസിറ്റീവുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക, എല്ലാത്തിൻ്റെയും നെഗറ്റീവുകൾ തമ്മിലും ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്കാണ് സപ്ലൈ കൊടുക്കുവാനുള്ളത്. അതുപോലെ തന്നെ എല്ലാ ലെറ്ററുകളും നമ്മൾ ഗ്രില്ലിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വയർ ടൈയുടെ അധികമുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ സൈൻ ബോർഡ് വളരെ മനോഹരമായിരിക്കും. പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന വയറുകൾ ഒരിക്കലും വലിഞ്ഞു പോരാത്ത രീതിയിലും വളരെ മനോഹരമായിട്ടും ഗ്രില്ലിലേക്ക് വയർ ടൈ ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ച് നിർത്തുക. ഇപ്പോൾ അതെല്ലാം ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ ലെറ്ററുകൾ മാത്രമാണ് ഇതിൽ എടുത്ത് കാണിക്കുന്നത്. ഇതുപോലെ വളരെ മനോഹരമായിട്ട് ആർക്കും വളരെ സിമ്പിളായിട്ട് ഇത്തരം സൈൻ ബോർഡുകൾ ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നിയോൺ LED സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഏത് രീതിയിലുള്ള സൈൻ ബോർഡുകളും നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഫോണ്ടുകളിലുള്ള ലെറ്ററുകളും നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ആർട്ട് വർക്കുകളും എല്ലാം ഈ LED ഉപയോഗിച്ചിട്ട് നമുക്ക് സാധ്യമാണ്. ഇത്തരത്തിലുള്ള നിയോൺ LED സ്ട്രിപ്പുകൾ പല ക്വാളിറ്റിയിലുള്ളത് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഇത് മീറ്ററിന് ഏകദേശം 130 രൂപ മുതൽ 180 രൂപ വരെയൊക്കെ ഉള്ളത് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ നിയോൺ LED സ്ട്രിപ്പുകളും ഫ്ലാഷറുകളും LED ഡിമ്മറുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് 12 വോൾട്ട് DC-യിൽ വർക്ക് ചെയ്യുന്ന LED സ്ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ 230 വോൾട്ട് AC-യിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു അഡാപ്റ്റർ ഉപയോഗിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 12 വോൾട്ട് 5 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് 1 മീറ്ററിന് ഏകദേശം 1 ആംപിയർ എന്നുള്ള രീതിയിൽ പവർ സപ്ലൈ എടുത്താൽ മതി. നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്ന ബോർഡിൽ ഏകദേശം ഒരു 4 മീറ്ററോളം LED ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള ബ്രൈറ്റ്നസ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുകയാണെങ്കിൽ ഈ ബോർഡ് തന്നെ നമുക്ക് 2 ആംപിയറിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടും വർക്ക് ചെയ്യിക്കാനാവുമെന്ന് മാത്രമല്ല വൈദ്യുതിയും ഒരുപാട് ലാഭിക്കാനാവും. ഇപ്പോൾ നമ്മുടെ സൈൻ ബോർഡ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തൂക്കിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള LED സൈൻ ബോർഡുകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യത്തെ ലൈൻ എഴുതി കഴിഞ്ഞ് രണ്ടാമത്തെ വരി എഴുതുമ്പോൾ അതിനിടക്കുള്ള സ്പേസ് നന്നായിട്ട് തന്നെ വേണം. അല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകെ ഒറ്റ ലൈറ്റായിട്ട് നമുക്ക് തോന്നും. നമ്മളിവിടെ നിർമ്മിച്ച 3 അടി വീതിയുള്ള ഈ സൈൻ ബോർഡിൽ ഓരോ ലൈനുകളും തമ്മിൽ 3 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്.
ഇതുപോലെ നിങ്ങൾ നിർമ്മിക്കുന്ന ബോർഡിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള സ്പേസ് ഓരോ ലൈനിന്റെ ഇടയിലും കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിനും നിങ്ങളുടെ സ്ഥാപനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള റെഡിമെയ്ഡ് സൈൻ ബോർഡുകൾ വാങ്ങുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്